ഇന്നിതാ കൂന്തൽ വാങ്ങിയപ്പോൾ അതിൽ നിന്നൊരു 3-4 എണ്ണം മാറ്റി വെച്ചിട്ട് നമ്മളിന്ന് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേനും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് വഴറ്റി ഒന്നായി വരുമ്പോഴത്തേനും ഒരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അതായി വരുമ്പോഴത്തേനും നമ്മുടെ പൊടികൾക്കായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളൊക്കെ ഒന്ന് മൂത്തായി വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ കൂന്തൽ വേറെ വേവിച്ചതും കൂടെ ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. ഇനി നമ്മുടെ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് അത് നിറച്ചിട്ട് ഒരു പച്ചീർക്കിളി വെച്ച് കുത്തി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ആവിയിലാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അധികം വെച്ച് കഴിഞ്ഞാൽ കൂന്തൽ റബ്ബർ പോലെ വരും. അപ്പോൾ അതായിട്ടുണ്ട്. പിന്നെ കുത്തി വെക്കുമ്പോഴത്തേനും നല്ലോണം കുത്തി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഫില്ലിങ് പുറത്ത് വരും. ഇനി അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണയിൽ മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മുടെ കൂന്തളൊക്കെ അതിലിട്ടൊന്ന് പുരട്ടി ആക്കിയെടുത്താൽ കൂന്തൾ നിറച്ചത് റെഡിയാണ്. ഒരു കട്ടൻ കാപ്പിയുടെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്.